കൈവിടാതിനു ഞങ്ങളെ നാവികൻ നീ ഭവാദിക്കോരാടിവന്നോണിനിപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം ഒരുങ്ങിയാൽ നിന്നിടും മൃത്തുപോലുള്ള നീനിലാസ്വന്തമാകണം അന്യവസ്ത്രാതെ തന്നുരക്ഷിച്ചു ഞങ്ങളെ ധന്യരാകുന്ന നീയൊന്നു തന്നെ ഞങ്ങൾ പുതമ്പുരാൻ ആഴിയും നിരയും കാറ്റും ആഴവും ഞങ്ങളും മായയും മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാറിനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും അകവും പുറവും തിന്നും മഹിമാനദിപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ലീലാധരപരായണ ജയിക്കുക സച്ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിന്മനസ്സ ആഴിയിൽ ഞങ്ങളാടവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം.
gam re ga re sa re ga ma pa re sa re re ga ga ma pa pa re ga ma pa re ga ma pa ma ma ga ma re ga re sa pa sa sa re 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 ga ma re ga re sa माधव मामव देव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देव साधु जनार्दन सार्वभौम माधव मामव देव साधु जनार्दन सार्वभौम माधव मामव देव साधु जनार्दन सार्वभौम माधव मामव देव माधव मामव देव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देव कृष्ण अम्बुजलोचना कम्बुसुभग्रीव बिम्बाधर चन्द्रबिम्बानना अम्बुजलोचना कम्बुसुभग्रीव बिम्बाधर चन्द्रबिम्बानना चाम्पेयनासाग्र भग्नसुमौक्तिक शारद चन्द्र जनितमदन चाम्पेयनासाग्र भग्नसुमौक्तिक शारद चन्द्र जनितमदन माधव मामव देव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देव நானே வாரேன்
कल्याण वैभोगमे लक्ष्मी कल्याण वैभोगमे वसुदेवदवपाल असुरकुलकाल शशिवदनरूपिणी सत्यभामलोला गौरी कल्याण वैभोगमे लक्ष्मी कल्याण वैभोगमे கொத்தோடவாழை மரம் கொண்டு வந்து நிறுத்தி கோக்குடைய பந்தலுக்கு மேல் காட்டு காட்டி கௌரி கல்யாண வைபோகமே லக்ஷ்மி கல்யாண வைபோகமே तस्मै श्री गुरवे नमः। ओम नमो नारायणाय। ओम नमो नारायणाय। प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये। ओम गणपतये नमः।
വിഷ്ണു ശശിവർണം ചതുർഭുജൻ പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോ ഉപശാന്തേ ഗണപതിഭഗവാൻ കണ്ണോരത്ത് കൈതോരത്ത് നീ സ്വപ്നം പോലെ നുള്ളിൽ പെയ്യും നേരത്ത് കോർക്കാമിരുകൈകൾ ഇനി പോകാം കാലങ്ങൾ നാം ഓരോ ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ കേൾക്കാം മഴ തോരുമ്പോൾ മൗനം മൂളിയ മോഹങ്ങൾ നീ മായാജാലങ്ങൾ പോലിന്നും മുന്നിൽ നിന്നുന്നു.
ജാലമേ നീ ചാരമിഴിയേ കാരമൊഴിയേ കാതിലിനിയാരെ ഗാനമേ നീ ഏഴുനിറമേകും മാനം നാമിട തീർത്തൊരുമായ ലോകം പൂനിലവ് കവരും തീരം നാമലിയുന്നവിട മോതിര കയ്യിൽ കോരിടാം വെൺചന്ദ്രനെ ഹൃദയം തിരിയേ സാമഗമം പറന്നു പറന്നുയരേ നീലാഞ്ജനമായി തെളിയുന്നിരവെല്ലാം നീയാണേ സായാഹ്നമേറി ചിരിറാന്തരണിഞ്ഞൊരു സാഗരമേ താരപദമാകെ പ്രേമമഴയായി പായ്ത്തോണിയിൽ നാമും ഒന്നായി തേടിയെത്തി തീരമേ കയ്യിൽ കോരിടാം വെൺചന്ദ്രനെ ഹൃദയം തിരിയേ സാമഗമം പറന്നു പറന്നുയരേ പൂക്കളേ വാനിലേ പനിനീർപ്പൂവുകളേ പകലിൻ നോവുകളേ താഴെ എന്തിനു വന്നു പോയി വെറുതെ വെറുതെ താത്തു മൗനം മിന്നി തീരാത്തു മലരൊന്നും പൂക്കാനില്ലല്ലോ തളിരല്ലേ പൂന്തളിർ പൂവായി തീരാൻ ഒരു നോക്കായി നല്ലൊരു വാക്കായി തീരുക പേരാറ്റിൻ മാറില് നീരാടും വെണ്ണിലാ
തളിരേ അഴകേ രാവിൻ വെൺപ്രാവേ ചരിവിലോടം കടവിലെത്തുമ്പോൾ കനവ് പോലെ കരയിലാരോ പൂനിലാവിൻ പൂവിറുക്കാൻ ഓടിയെത്തുന്നു എന്റെ മിണ്ടാത്തു മൗനം മിന്നി തീരാത്തു മലരൊന്നും പൂക്കാനില്ലല്ലോ തളിരല്ലേ പൂന്തളിർ പൂവായി തീരാൻ ഒരു നോക്കായി നല്ലൊരു വാക്കായി തീരുകേ പൂക്കളേ വാനിലേ പനിനീർപ്പൂവുകളേ പകലിൻ നോവുകളേ താഴെ എന്തിനു വന്നു പോയി വെറുതെ വെറുതെ മിണ്ടാത്തു മൗനം മിന്നി തീരാത്തു മലരൊന്നും പൂക്കാനില്ലല്ലോ തളിരല്ലേ പൂന്തളിർ പൂവായി തീരാൻ ഒരു നോക്കായി നല്ലൊരു വാക്കായി തീരുകേ
ചെറിയ ടെൻഷനുണ്ട്. നടുക്കൂടെ നടക്കുന്ന കാര്യമല്ലേ കൂടെ. നിതിൻ എന്ന് ചോദിച്ചാൽ നിതിൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരും. അങ്ങനെ മൊത്തത്തിൽ ലവബിൾ ആൻഡ് കെയറിങ്. മാർച്ച് 11 ഫസ്റ്റ് നമുക്ക് പ്രപ്പോസൽ വരുന്നത്. ഇത് അറേഞ്ച്ഡ് മാരേജ്, കംപ്ലീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. 10 to 11. Yeah, deep love. സിമിലാരിറ്റീസ് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ ഡിസിമിലാരിറ്റി ഒരെണ്ണം പറയുകയെന്ന് വെച്ചാൽ, എനിക്ക് പെറ്റ്സിനെ ഇഷ്ടമല്ല, പക്ഷെ അവന് പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഹേറ്റ് പെറ്റ്സ്, പക്ഷേ അവൻ പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സിമിലാരിറ്റിയെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഡിസിമിലാരിറ്റിയാണ് ഓർമ്മ വന്നത്. വീട്ടിൽ പെണ്ണ് കാണുന്ന പോലെ അങ്ങനെയില്ല. എൻ്റെ മനസ്സിലായില്ല. ആളോ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ടെൻഷനുണ്ട്, മിക്സ്ഡ് കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു ഭാര്യ, ഒരു വൈഫാകാൻ പോവാണ്. അങ്ങനെ ആ വേർഡ് പറയുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നുമെങ്കിലും ബട്ട് എനിക്ക് തോന്നുന്നു അപ്പുവിൻ്റെ മുമ്പിൽ ഞാൻ ഒരു കുട്ടിയായിരിക്കും. അങ്ങനെയൊക്കെ. അപ്പു എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പു എന്ന് പറയുമ്പം ഭയങ്കര പാവമാണ്, ഭയങ്കര സ്വീറ്റാണ്. നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക കെയർ ചെയ്യും. ഭയങ്കര സ്വീറ്റാണ് ആൾ. പെട്ടെന്നൊരു വാക്ക് അപ്പൂനെ പറ്റി ജസ്റ്റ് ഒരു 1 വേർഡ് പറയാൻ പറഞ്ഞാൽ ഭയങ്കര പാവമാണ്. മണ്ടോ യാ കിട്ടി. He's waiting for you in Malone. And next you are R&D for there. Everyone is looking you. Attention. Song. And you feel completely looking in the matter of Peter. So you are working slowly and be happy. And you are at the nail because you are just before this 2 minutes before you are meeting. Okay? So you are very, very, very valuable moment in your life. So, അവിടെ എല്ലാവരും കംപ്ലീറ്റ്ലി ഫ്രീസാണ് നിൽക്കുന്നത്. യു ആർ നിതിനാണെങ്കിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ വാട്ട് യു ഗോയിങ് ടു സേ? നിതിൻ, ഐ ലവ് യു. ഇതാണ് നമ്മുടെ മൊമെൻറ്റ്. ഇത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദ ഹാപ്പി മൊമെൻറ്റ്. ഇപ്പോൾ കുറച്ച് 10 മാസമാണെങ്കിലും നമ്മൾ ചെറിയൊരു കാലയളവിലാണെങ്കിലും ഞങ്ങൾ നല്ല ബോണ്ടിങ് ആണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഡ്രീം ചെയ്തൊരു മൊമെൻ്റാണ്. ആ മൊമെൻറ്റ് ഇതാ വന്നിരിക്കുന്നത്. സോ ഐ എം ഗോണ ബിക്കം യുവർ വൈഫ്. ചേട്ടൻ മാരീഡാണ്, വൈഫ്, കുട്ടിയുണ്ട്. കുഞ്ഞിനെ പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞ് ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര പാവമാണ്. അങ്ങനെ ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കില്ല, എല്ലാവരുടെ കയ്യിലും പൊയ്ക്കോളും. ഭയങ്കര ക്യൂട്ട് ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞു പാവ. റിച്ചു, റാൻഷ് എന്ന പേര്. ഫാമിലി ബോണ്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ പപ്പാനെ അമ്മേനെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് കാണുന്നത്. എസ്പെഷ്യലി പപ്പ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ലൈക്ക് എനിക്ക് എന്തും പറയാം, എനിക്ക് എന്ത് വേണമെങ്കിലും സാധിച്ചു തരും. ഒരു കുറവും വരുത്താതെയാണ് ഇത്രയും നാൾ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മയാണെങ്കിലും അമ്മ വഴക്കൊക്കെ പറയുമെങ്കിലും ഞാൻ അമ്മയോടാണ് കൂടുതൽ ദേഷ്യപ്പെടാറുള്ളത്. ബട്ട് ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര ഒരു എന്താ പറയുക, ഞങ്ങൾ എത്ര അടി ഉണ്ടാക്കിയാലും ഞങ്ങൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പം
കൂടും. പപ്പായോടാണ് ഞാൻ അങ്ങനെ അടിയെ ഉണ്ടാക്കാറില്ല, കാരണം പപ്പായുടെ അടി ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമില്ല. കാരണം പപ്പ അങ്ങനെ വഴക്കുണ്ടാക്കാനുള്ളൊരു അവസരം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ചേട്ടായോട് ഞാൻ 24 മണിക്കൂറും വഴക്കായിരുന്നു, നല്ല വഴക്കായിരുന്നു. ഇന്നലെയും കൂടെ ഞങ്ങൾ വഴക്കുണ്ടാക്കും, അത് വിഷയമുള്ള കാര്യമല്ല. വഴക്കുണ്ടാക്കും, പിണങ്ങും, അടിയുണ്ടാക്കും, നല്ല അടിയുണ്ട്. അവനെ എന്നെ എടുത്തെറിഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഭയങ്കര 4 പേരും ഭയങ്കര ബോണ്ടിങ്ങാണ്. യാ, ഓഫ് കോഴ്സ്. അമ്മയെ പറ്റി പറയുമ്പോൾ അമ്മ എന്താണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്തു തരികയും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും വഴക്കൊക്കെ ഉണ്ടാക്കും. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. അമ്മ എന്താ പറയുക, അമ്മ എന്നുവെച്ചാൽ ഭയങ്കര കെയറിങ് ആണ്. ഞാൻ എവിടെ പോയാലും എവിടെ എത്തി, എങ്ങനെയാണ്, എവിടെ എന്താണ്, ഫുഡ് കഴിച്ചു, ആ ഫുഡൊക്കെ കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോഴും ടെൻഷനാണ്. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ടെൻഷനാണ്. ഒരു ടെൻഷൻ റാണിയാണ് അമ്മയെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിനി അവിടെ പോകുമ്പോൾ അമ്മയുടെ എന്താ പറയുക, ആ ഒരു അവസ്ഥയല്ല, അമ്മയുടെ ഒരു എന്താ പറയുക, കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഞാൻ എവിടെയാണെന്ന്. അപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം പോലും. ബട്ട് ഇതൊക്കെ ഒരു എന്താ പറയുക, ജീവിതത്തിലൊരു ഭാഗമാണ്. ഗ്രാജ്വലി എല്ലാവരും ഇത് പ്രോസസ്സ് ചെയ്ത് അങ്ങ് അബ്സോർബ് ചെയ്ത് വരണം. അങ്ങനെ ടീയേഴ്സ് വരാൻ പാടില്ല, മേക്കപ്പ് പോവില്ലോ, അതുകൊണ്ട് വരുത്തൂല. നല്ലത് പറയാൻ നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, എന്നാ കുറെ ഉണ്ട്. വൃന്ദാച്ചി കാത്തിരുന്ന ഒരു നാളാണ്. കാരണം എല്ലാരും ഇവിടെ പറയുന്നത് വൃന്ദയുടെ മാവ് പൂത്തു എന്നാണ്. കാരണം വർഷങ്ങളായി ആഗ്രഹമായിരുന്നു, അച്ചേച്ചിനെക്കാട്ടും ആഗ്രഹമായിരുന്നു അച്ചേച്ചിന്നല്ല, ഞങ്ങളുടെ കുടുംബത്തില് എല്ലാരും കല്യാണം കഴിക്കുന്നത്. പലർക്കും മറ്റേ CA-കാരനാവുക, ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ. നമ്മുടെ വൃന്ദയ്ക്ക് ഒരു കല്യാണം കഴിക്കുക. പക്ഷെ അപ്പുക്കുട്ടനെ കിട്ടി, നല്ലൊരു പയ്യനെ കിട്ടി. അത് ഇങ്ങനെ അങ്ങ് പോയെന്നോ? ആദ്യത്തെ പെണ്ണുകാണലിൽ തന്നെ അപ്പുക്കുട്ടന്റെ ആദ്യത്തെ പെണ്ണുകാണലായിരുന്നു ഇത്. വൃന്ദാക്ഷിയുടെ ആദ്യത്തെ പെണ്ണുകാണൽ അല്ല, അത് കട്ട് ചെയ്തോട്ടോ. വൃന്ദാക്ഷി ആക്ച്വലി ഭയങ്കര കോമഡിയാണ്. ലൈക്ക് എന്ത് പറഞ്ഞാലും അത് ഭയങ്കര ഫണ്ണി ആക്കി എടുക്കും. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആവും. പക്ഷെ ഭയങ്കര പാവാ ശരിക്കും. എന്നെ കുറെ ചളി പറയാനൊക്കെ പഠിപ്പിച്ച് വൃന്ദ ചേച്ചിയാ. അതിന്റെ കാണാൻ കുടുംബത്തില് കളിയാക്കുന്നത് വൃന്ദാനെയാണ്. എല്ലാവരും വൃന്ദാനെ ഇട്ട് കൊട്ടു. കാരണം നല്ല രസമാണ്. വൃന്ദ കരയുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴേക്കും നമ്മളിങ്ങനെ സൂപ്പർ നടയടി പോലെ. പക്ഷെ അവളും അവൾക്കറിയാം നമ്മളിതെല്ലാം സ്നേഹത്തോടെ ചെയ്യുന്നതാണ്. നമുക്കൊരു എന്റർടൈൻമെന്റ്, അവൾക്കൊരു എന്റർടൈൻമെന്റ്. വൃന്ദ പാവാണ്, പക്ഷെ ഭയങ്കര സാധനവുമാണ്. പിന്നെ വൃന്ദാച്ചിയെ പറ്റി പറയുമ്പം വൃന്ദാച്ചിക്ക് ബുദ്ധി ഉണ്ടോന്ന് ചോദിച്ചാൽ ബുദ്ധിയില്ല. എന്നാലും ഈ പഠിത്തത്തിനാണ് കുറച്ച് സ്കില്ലൊക്കെ ഉണ്ട് വൃന്ദാച്ചിക്ക്. ഇപ്പോൾ TV കണ്ടുകൊണ്ട് കഴിക്കുന്ന പരിപാടി, ഇപ്പോൾ TV കണ്ടുകൊണ്ട് പഠിക്കുന്ന പരിപാടി, വൃന്ദാച്ചിക്ക് തലേ നല്ലപോലെ ഇരിക്കും. കാരണം അടുത്ത ദിവസം സ്കൂളിലൊക്കെ വൃന്ദാച്ചി ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നല്ലപോലെ അടിപൊളിയായിട്ട് പറയും. പിന്നെ കുറേ മിസ്സുമാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, വൃന്ദാച്ചിയെ പഠിപ്പിച്ചവർ. അപ്പോൾ അവർ പറയും, നീ എന്താണ് വൃന്ദയെ പോലെ അല്ലാത്തതെന്ന് കിടക്കെന്ന് ചോദിക്കും. പിന്നെ ഞാൻ അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യാറൊന്നുമില്ല. വൃന്ദയുടെ ഏറ്റവും ഐഡന്റിറ്റി എന്ന് പറയുന്നത് വൃന്ദയുടെ ആ മുടിയാണ്. പണ്ട് വൃന്ദയുടെ മുടി ഇപ്പോഴാണ് കുറച്ചും കൂടി സ്ട്രൈറ്റ് ആയിരുന്നു. പണ്ട് ഭയങ്കര കേൾസ് ആയിരുന്നേ. അപ്പോൾ ഒരു തവണ എനിക്കൊരു പെൺഡ്രൈവ് സിനിമ കൊണ്ട് എന്നെ സ്കൂളിൽ ഒളിപ്പിക്കേണ്ടി വന്നു. ഞങ്ങൾ ലാസ്റ്റ് കണ്ടുപിടിച്ചത് വൃന്ദയുടെ മുടിയിലാണ്. അന്ന് ഫുള്ള് വൃന്ദയുടെ മുടിയിൽ ഒളിപ്പിച്ചു. അങ്ങനെ വൃന്ദ അങ്ങനെ ചുമ്മാ എന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, ഉപകാരിയാണ്. അത് കാരണം അവളെങ്ങാനും പിടിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും തലവെക്കും. അതാണ് എൻ്റെ കൺക്ലൂഷൻ. അങ്ങനെയാണ് ആള്, പാവമാണ് മൊത്തത്തിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും, ഹോൾ ഫാമിലി. വൃന്ദ വന്ന് കയറിയാൽ അവിടെ കൂട്ടിച്ചിരിയാണ്. ആണ് പറയാനുള്ളത്. എല്ലാം സഹിക്കുക, ക്ഷമിക്കുക, വരാനുള്ളത് വഴി തന്നില്ല. അപ്പുചേട്ടനും വൃന്ദാച്ചിയും ഹാപ്പി മാരീഡ് ലൈഫ്.
അപ്പം നമ്മുടെ വൃന്ദാച്ചിനെ പറ്റി പറയുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വൃന്ദാച്ചിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഏതാനും നിമിഷങ്ങളായിട്ടുള്ള വൃന്ദാച്ചി ഒരു ന്യൂ ലൈഫിലോട്ട് കയറിയിരിക്കുന്നു. അതെ, വൃന്ദാച്ചിക്ക് അത് പറയുന്നത് ഇഷ്ടമല്ല. ഞങ്ങൾ പറയും വൃന്ദാച്ചി നാളെ ഈ സമയത്ത് വൃന്ദാച്ചി ഒരു ഭാര്യയാണ്. അപ്പം ഇവിടെ ഓർപ്പിക്കല്ലേ ഞങ്ങളിങ്ങനെ പറയും വൃന്ദാച്ചി അവിടെ പോകുമ്പോൾ നമ്മളെയൊക്കെ ഇങ്ങനെ ഓർക്കണം, അവിടെ പുതിയ കസിൻസായി അങ്ങനെ. ഇപ്പം വൃന്ദാച്ചി എടി അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് തെറി വിളിക്കാനും അങ്ങനെ എന്താ ഡയലോഗ് പറഞ്ഞല്ലോ, എനിക്ക് തെറി വിളിക്കാനും കൂട്ടുകൂടാനും ഒരാള് അത്രേ ഉള്ളൂ. അപ്പുചാനാണേലും നല്ലൊരു സപ്പോർട്ട്. അപ്പുചാൻ മീൻസ് നല്ല വിൽ പവർ ഉള്ളൊരു മാനാണ്. മീൻസ് വൃന്ദാച്ചി എപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ഇങ്ങനെ അടിപിടിച്ചു. കഴിഞ്ഞ ദിവസമാണേലും ഞങ്ങൾ റീലിട്ടപ്പം അപ്പുചാൻ കണ്ട് ലൈക്ക് ചെയ്തില്ല. ആ ഓൺ ദി സ്പോട്ട് തന്നെ നീ എന്നാടാ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് അപ്പം തന്നെ പിന്നെ കാണുന്ന വീഡിയോ ഫുൾ അപ്പുചാൻ ലൈക്ക് ചെയ്യുന്നുണ്ട്. ഞാനും വെറുതെ ഒന്നിച്ചാണ് വളർന്നു വന്നത്. ഒരു മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് വളർന്നു വന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒരു മൊമെൻറ്റ് ഞാൻ നല്ല രീതിയിൽ കാണുന്നു. കാരണം ആ താലി വെക്കുന്ന ആ ഒരു സെക്കൻഡുകൾക്ക് മുമ്പ് വരെ ഞാനും വൃന്ദയുള്ളൊരു ബോണ്ട് നഷ്ടപ്പെട്ടു പോവുമോ, പെട്ടെന്ന് താലി വെച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ലൈഫ്, വേറൊരു പുതിയ സ്റ്റാർട്ടിങ് എനിക്ക് വൃന്ദയ്ക്കിടയിൽ കണ്ടു. എനിവേ ഈ ഒരു ബോണ്ടും ഈ ഒരു സ്നേഹവും എന്നും ഉണ്ടാവട്ടെ. വൃന്ദയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ അപ്പൂനും നല്ലൊരു ലൈഫ് ഞാൻ പ്രേ ചെയ്തു. വൃന്ദാച്ചി ഹാപ്പി മാരീഡ് ലൈഫ്. ഈ എത്ര റെസ്പോൺസിബിലിറ്റീസും എത്ര സ്ട്രെസ്സൊക്കെ വന്നെങ്കിൽ പോലും ആ ഒരു സ്മൈൽ എപ്പോഴും ഫേസിലുണ്ടാവണം. സോ ഹാപ്പി മാരീഡ് ലൈഫ്. നീ തുടങ്ങുമ്പോഴും തീരുമ്പോഴും ഹാപ്പി മാരീഡ് ലൈഫ് പറയണ്ട. എന്താ ആളൊരു പക്ക ഒരു ഫോർമലാണോ അല്ല, ഒരു അറ്റ ബോട്ടം ലെവലാണോ അല്ല, ആളൊരു കൂളാണ്, ഫണ്ണിയാണ്. ഏതൊരു കാര്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ചിരിച്ചുകൊണ്ട് നല്ലൊരു സ്മൈൽ കീപ്പ് ചെയ്തുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാതെ എല്ലാവരും കൂട്ടി ഒരു എന്ത് പരിപാടി ഉണ്ടെങ്കിലും വൃന്ദാച്ചി ആയിരിക്കും ഫുള്ള് കോർഡിനേറ്റ് ചെയ്ത് നമ്മളോട് പറയും. ഞങ്ങളോടാണെങ്കിലും പറയും. ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ചേച്ചിയാണ്. എന്തുണ്ടെങ്കിലും എല്ലാവർക്കും. ഇപ്പം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയും രേഷ്മ നാളെ ഇതുപോലെ പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വരണം, ഈ ഡ്രസ്സ് ഇടണം, അതുപോലെ വരണം, ഇതുപോലെ വരണം, എല്ലാം ഫുള്ള് എന്തെങ്കിലും പരിപാടി സെറ്റാക്കിയാൽ ഫുൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞങ്ങൾക്ക് സെറ്റാക്കി. നമ്മുടെ ഇന്നലത്തെ തലേദിവസത്തെ പരിപാടിയാണേലും വൃന്ദാച്ചി ഉള്ളത് കൊണ്ട് ഒരു ആൾക്കാർ കരഞ്ഞൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഹാപ്പി മൊമെന്റ് ആയിട്ട് അങ്ങ് മുമ്പോട്ട് പോയി. പിന്നെന്താ വൃന്ദാച്ചി ഞങ്ങൾക്ക് നല്ലൊരു ചേച്ചിയാണ്. പിന്നെന്താ ചേച്ചി സൂപ്പറാണ്, സുന്ദരിയാണ്, കാണാൻ കുറച്ച് ബുദ്ധി കുറവുള്ളു, ലുക്കിന് ഒരു കുറവുമില്ല. നമ്മുടെ അമ്മയും അച്ഛനും നമ്മുടെ പേരൻസൊക്കെ പറയും വൃന്ദാച്ചി കുഞ്ഞിലെ ഉണ്ടായപ്പം നല്ല ഭയങ്കര കറുത്തിട്ടായിരുന്നേന്ന്. അതെ, എന്നിട്ട് കേൾക്കണം. എന്നിട്ട് എല്ലാ ദിവസവും മീൻസ് തേക്കാ സാധനമൊന്നുമില്ല, പാല് തൈര് എല്ലാം ഞങ്ങൾ രണ്ടും മുണ്ടക്കയത്ത് നിൽക്കുമ്പോൾ മിച്ചം വരുന്ന എല്ലാം ഞങ്ങൾക്ക് കൂടെ തേച്ചിട്ട് അങ്ങനെ കറുത്ത വൃന്ദാച്ചി വെളുത്ത് ഇപ്പോൾ നല്ലൊരു സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അതിനൊരു പരിശ്രമത്തിലായിരുന്നു വൃന്ദാച്ചി. പിന്നെന്താ അഡ്വൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഇപ്പോഴത്തെ ട്രെൻഡ് വരുന്നത് അങ്കിൾ വൈബ്. അതെ ഞാൻ പറഞ്ഞല്ലോ വൃന്ദക്കാരെ ഇളയതാണ് ഞാൻ, അന്നേരം അഡ്വൈസ് ഒന്നും കൊടുക്കാനില്ല. അടിച്ചു പൊളിക്കുക. പിന്നെ നമ്മൾ തമ്മിലുള്ള ബോണ്ട് മീൻസ് കളയാതെ അതെ കീപ്പ് ചെയ്തോണ്ട് പോകുക. ചെന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ അറ്റ്മോസ്ഫിയറായിട്ട് സിങ്ക് ആയി കഴിഞ്ഞ് നമ്മളെ അങ്ങനെയല്ല, എന്നാലും ഷീ ഷുഡ് ബി സ്പെഷ്യൽ ടു അസ്. വൃന്ദാച്ചിക്ക് ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി മാരീഡ്. നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ
ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച് നിൽക്കുന്നത് നമ്മുടെ വിനോദ് ചേട്ടനാണ്. കുറച്ച് ഓട്ടം പോവാ. Boogie!